സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കേരള നവോത്ഥാന നായകരുടെ പേരിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ സ്ഥാപിക്കുക എന്നത് സംസ്ഥാന സർക്കാരിലെ സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയായിരുന്നു. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലൂടെയാണ് കൊല്ലം ജില്ലയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. കിബിയുടെ ധനസഹായത്തോടെയാണ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സാംസ്കാരിക കേന്ദ്രം ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ജാതീയതയുടെ ഇരുണ്ട ലോകത്ത് നിന്ന് മനുഷ്യനെ ഒന്നായി കാണാൻ ദിനംപ്രതി ഓർമ്മപ്പെടുത്തുന്ന ഗുരുദേവ ദർശനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ സാംസ്കാരിക കേന്ദ്രം. ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണകൾ ഉയർത്തുന്ന ആ സാംസ്കാരിക സമുച്ചയത്തിലേക്കാണ് ഈ യാത്ര. ഏക്കർ വിസ്തൃതിയുള്ള ജില്ലയുടെ ചരിത്രം പേറുന്ന ആശ്രാമ മൈതാനം. അവിടെ 3.5 ഏക്കർ ഭൂമിയിലാണ് ഈ കേന്ദ്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 57 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണം. ഈ സാംസ്കാരിക സമുച്ചയത്തിലോട്ട് കയറാൻ സമയമില്ലാത്തവർ പോയും പുറത്ത് വന്ന് ഗുരുപ്രതിമയെ വന്നിച്ചിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ കഴിയും. കാര്യം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ് ഈ ഗുരുപ്രതിമ. അങ്ങനെ എന്തുകൊണ്ടും കലയും സാംസ്കാരികവുമായിട്ട് ചരിത്രവുമായിട്ട് ഇണചേർന്ന് കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. ചിത്രകാരൻ എ രാമചന്ദ്രന്റെ കലാവിരുതിൽ പിറന്ന സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന മ്യൂസിയമാണ് നിലവിൽ ഇവിടുത്തെ പ്രധാന ആകർഷണം. മൂല്യമേറിയ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ശേഖരമാണ് മ്യൂസിയം. ആധുനിക ലൈറ്റിംഗ്, സൗണ്ട്, പ്രൊജക്ഷൻ സംവിധാനങ്ങളടങ്ങിയ AV തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇൻഡോർ ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, ഡിജിറ്റൽ ലൈബ്രറി, ആർട്ട് ഗാലറി, ക്ലാസ് മുറികൾ, ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവ കൂടി ഉൾപ്പെട്ടതാണ് ഈ സാംസ്കാരിക കേന്ദ്രം. വിശാലമായ ഉദ്യാനവും പാർക്കിംഗ്, കഫറ്റീരിയ സൗകര്യങ്ങളും സമുച്ചയത്തിന്റെ മറ്റു പ്രത്യേകതകളാണ്. അങ്ങനെ കൊല്ലം ജില്ലയുടെ സാംസ്കാരികത വിളിച്ചോതി തലയുയർത്തി നിൽക്കുകയാണ് ഈ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.